ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇവിടെ ദുബായിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ അത്താഴത്തിന് നീറ്റിക്കാണ്, പിന്നെ ഫുഡ് ഉണ്ടാക്കുകയാണ്. അന്ന് അത്താഴത്തിന് ഇഡ്ഡലിയാണ് കേട്ടോ. എന്താ ഇഡ്ഡലിൻ്റെ ഇവിടെ വെച്ചിങ്ങനെ സാമ്പാർ ഇടാണ്. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും കട്ടൻ ചായയും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ വേഗം പോയി ഫുഡ് കഴിക്കട്ടോ. ഇനി 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ വാങ്ങി കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് കഴിക്കുകയാണ്. ലേറ്റായി പോയി നീക്കാൻ. നീട്ടിട്ട് കുക്ക് ചെയ്തിട്ട് വേണം, ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കി വേഗം കഴിച്ചു. ഞങ്ങൾ കഴിക്കലും ബാങ്ക് കൊടുക്കലും ഒരുമിച്ച് ചെയ്തിട്ടു. എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേന് ആള് കിടന്നു കേട്ടോ. അവൾക്ക് മോർണിംഗ് നീറ്റ് പോകാനുള്ളല്ലോ, വർക്ക് ഉണ്ടല്ലോ. ടൈം 7 മണിയായി. ജംഗ്ഷൻ ഓഫീസിൽ പോകാനുള്ളതുകൊണ്ടാട്ടോ നീറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ അത് നീക്കൂല. 8, 9, 10, 11 മണി വരെയൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങും. നോമ്പായിട്ട് നമുക്ക് മോർണിംഗ് നീറ്റ് കുക്ക് ചെയ്യാനൊന്നും ചെയ്യില്ല. പിന്നെ അത്താഴത്തിന് നീറ്റ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ നീക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ ജംഗ്ഷൻ ഓഫീസിൽ പോകാനുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നീറ്റ് ജംഗ്ഷൻ ബാത്റൂമിൽ കുളിക്കുക കേട്ടോ. അപ്പോഴേക്ക് 8 to 4 മണി വരെ കേട്ടോ. ഇത് നോമ്പായതുകൊണ്ടാണ് 4 മണി വരെ, അല്ലെങ്കിൽ 6 മണി വരെ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു പോയാൽ പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ ഒറ്റയ്ക്ക് ഉറച്ചിരിക്കുക. അങ്ങനെയായിട്ട് നോമ്പല്ലെങ്കിൽ പിന്നെ നമുക്ക് കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവില്ല. ഞാൻ അയൺ ചെയ്യാൻ മറന്നു പോയിട്ടോ. സാധാരണ ഞാൻ ഒരാഴ്ചക്കുള്ളത് ഒരുമിച്ച് അയൺ ചെയ്ത് വെക്കലാണ്. അപ്പം പിന്നെ രാവിലെ മീറ്റിങ്ങിന് അയൺ ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ അയൺ ചെയ്യണം. മറ്റേ ഇതൊന്നും ഒരു ടേബിളൊന്നും ഇല്ല, ബെഡിൽ ഇരുന്നിട്ടാണ് അയൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഇരിക്കണ ഇതിൽ ഒരാഴ്ചക്കുള്ള ഒരുമിച്ച് അയൺ ചെയ്ത് വെച്ചാൽ നമുക്ക് സുഖമാണല്ലോ. ഞാൻ മറന്നുപോയി അയൺ ചെയ്യാൻ. അങ്ങനെ ജംഷൻ ഇറങ്ങാനായി. 7:45 ആളിറങ്ങും കേട്ടോ. പിന്നെ ഈവനിങ് 6 മണിയൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ. നോമ്പായതുകൊണ്ട് 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തും. ജംഷൻ പോയാൽ പിന്നെ എനിക്ക് ബോറടി, എനിക്ക് ടൈം പോകില്ല. ഞാൻ ഒറ്റയ്ക്ക് വൈകുന്നേരം വരെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. നോമ്പായതുകൊണ്ട് കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൈമും പോവില്ല. പിന്നെ കുക്കിംഗ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ശേഷമുള്ള കുക്കിംഗ് ഉള്ളത് വരെ നമ്മൾ ഒറ്റയ്ക്ക് റൂമിൽ ഇങ്ങനെ ഇരിക്കേണ്ടത്. ടൈം പോകാൻ ബുദ്ധിമുട്ടാണ്. ആള് വരുന്ന വരെ ഫോണിലും നോക്കി കിടന്നു ഉറങ്ങി ടൈം ഇങ്ങനെ കളയും. ആള് പോയി. ഇനി വൈകുന്നേരം എത്തുള്ളൂ. അതുവരെ ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ചു നേരം കിടന്നുറങ്ങും. ഇപ്പോൾ 7:45 ടൈം. അപ്പോൾ ഇനിയും ടൈം ഉണ്ടല്ലോ. ഞാനൊരു 10, 11 മണി വരെയൊക്കെ കിടന്നുറങ്ങും. അവിടെ നീക്കുള്ളൂ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് 4 മണിക്ക് ശേഷം നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ നിൽക്കുള്ളൂ. നോമ്പായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ കിടന്നുറങ്ങുക, എന്നിട്ട് ഫ്രഷൊക്കെ ആയി കുക്കിംഗ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉറങ്ങാൻ പോണ ഗൈസ്. അപ്പോൾ ഗൈസ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റു. ഇപ്പം സമയം 10 മണി കഴിഞ്ഞിട്ടോ. അപ്പം ഇനി അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. റൂം ക്ലീൻ ചെയ്യാനും അടിച്ചുവാരാനും തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എന്നും അടിച്ചൊരു തുടക്കലൊന്നുമില്ല. ഞാൻ ജംഗ്ഷൻ മാത്രമേ ഉള്ളല്ലോ. ഇപ്പം 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യല്ലോ. ഇന്നിപ്പോൾ അടിച്ചൊരു തുടക്കുന്നതിൻ്റെ ദിവസമാണ്. പിന്നെ പരിപാടിയൊക്കെ ചെയ്യാണ്ട്. റൂം ക്ലീനിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് കുളിക്കാനുള്ളൂ. അവിടുത്തെ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ. ഇതൊക്കെ ബിൽഡിങ്ങുകളാണ്. അവിടെ നമ്മളെ മെയിൻ റോഡ് എന്നത് അവിടെ വന്നിട്ട് ഇവിടെ നിൽക്കാൻ നല്ല രസമായിട്ട്. അപ്പം അധികം വെയിലൊന്നുമില്ല. നല്ല ചൂടുള്ള വെയിലൊന്നുമില്ല. ഇപ്പോഴത്തെ തണുപ്പാണ് അത്യാവശ്യം. ഇവിടുത്തെ ചൂടാവുന്നുള്ളൂ. ഇവിടെ ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ നല്ല ചൂട് വരും. ഇപ്പോഴത്തെ ചൂട് കുഴപ്പമില്ല. അപ്പം നമുക്ക് നോമ്പ് നാട്ടിലത്തേനെക്കാട്ടി എനിക്ക് തോന്നുന്നു നോമ്പ് എടുക്കുമ്പോൾ സുഖം ഇവിടെ. നാട്ടിൽ ഭയങ്കര ചൂടും നല്ല വെയിലൊക്കെ. ഇവിടെ നല്ല സുഖം. നോമ്പ് എടുക്കുമ്പോൾ അത്ര ക്ഷീണം കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഇനി കുളിക്കണം. ഞാൻ കൊല്ലൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങിന് കിച്ചണിൽ വന്നാണ് കേട്ടോ. കിച്ചണിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ കിച്ചണിൽ ബാൽക്കണി ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം.
ബാൽക്കണി അടിപൊളി വ്യൂ ആണ് തോന്നുന്നത്. ബാൽക്കണി നല്ലൊരു വൈബാണ് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് അതിലുള്ള വെജിറ്റബിളൊക്കെ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പണി എളുപ്പം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാപ്സിക്കവും സവാളയും അതുപോലെ വെളുത്തുള്ളി, ബീൻസ് അങ്ങനെയെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മുട്ട ചിക്കി എടുക്കണം, അതുപോലെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യണം. വേറെ പണിയൊന്നുമില്ല. മുട്ട അവിടെ ചിക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണ്. ചിക്കൻ കറിക്കും കൂടി വേണ്ടിയിട്ടുള്ള ചിക്കൻ എടുത്തിരിക്കണം കേട്ടോ. എന്താണ് നമ്മൾ ചില്ലി ചിക്കൻ അല്ല വെക്കുന്നത്, ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൽ തന്നെ ഫ്രൈഡ് റൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒറ്റതുകൊണ്ട് പണി തീരുമല്ലോ. നമ്മൾ നോമ്പിന് എളുപ്പപ്പണി ഇങ്ങനെ അതല്ല നമ്മൾ നോക്കേണ്ടത്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ ഇന്ന് നോമ്പെടുത്തിട്ട്. നോമ്പ് കഴിയാനായില്ലേ, അവസാനമൊക്കെ എത്തുമ്പത്തിന് ക്ഷീണം വരുമല്ലോ. ഫ്രൈഡ് റൈസിന് വേണ്ട അരി ഞാനിവിടെ 2 മണിക്കൂറായിട്ടോ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നമുക്കത് വേവിച്ചെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഞാൻ 3 ടൈപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. മീൻസ് 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചുവപ്പ്, ഗ്രീന്, അതുപോലെ യെല്ലോ, 3 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചിക്കന്, മുട്ട ചിക്കിയത് എല്ലാം നമ്മൾ അതിലിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റണം. നല്ല ഇതിൽ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി, സോയാ സോസ്, പിന്നെ മറ്റേ ചില്ലി സോസും ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ഉപ്പും സൺഫ്ലവർ ഓയിലിട്ട് വേവിച്ച് നമ്മൾ ബസ്മതി റൈസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഗ്രേവി ഇടാം. ചിക്കൻ ഗ്രേവി കറി, ചിക്കൻ കറിയൊക്കെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യണം. പാത്രം കഴുകാനും അടുക്കള ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വെള്ളം കലക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ കുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടു. നാരങ്ങ വെള്ളം കൂടി കലക്കാണ്ട്. അപ്പം എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം കലക്കി വെക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നമുക്ക് കുക്കിംഗ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം. പക്ഷേ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ പാത്രം കഴുകലും ക്ലീൻ ചെയ്യലൊക്കെ കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഇനി പോയി കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, നോമ്പിൻ്റെ ക്ഷീണം. നോമ്പ് തലക്കുടിച്ചിരിക്കണേ. അപ്പോൾ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച റൂമിലെത്തിയപ്പോഴത്തേന് ജംഷു വന്നു കേട്ടോ. ജംഷു ഒത്തിരി ലേറ്റായിരുന്നു. സാധാരണ എത്തുന്ന ടൈം കഴിഞ്ഞില്ല. സാധാരണ 4:30 ഒക്കെ ആകുമ്പോഴത്തേന് എത്തുന്നതാണ്. ഇന്നിപ്പോൾ 5 മണി കഴിഞ്ഞു. 5:30 എങ്ങാണ്ടാവാനായിക്കണം ജംഷു എത്തിയപ്പോൾ. ഇന്നാണെങ്കിൽ പ്രത്യേക ഒരു ക്ഷീണം. 2 പേർക്ക് ക്ഷീണമായതുകൊണ്ട് ഞങ്ങൾ 2 പേരും ബാങ്ക് കൊടുക്കാൻ ടൈം ഉണ്ടല്ലോ വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് കുറച്ച് നേരം കിടക്കാന്ന് വെച്ചിട്ട് കിടന്നുറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. അതുപോലെ ഞങ്ങൾ നീറ്റത് ബാങ്ക് കൊടുത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 2 പേരും നീക്കുന്നത്. ബാങ്ക് 6:30 അങ്ങാണ്ടാ ബാങ്ക്. പക്ഷെ ഞങ്ങൾ 7 മണി കഴിഞ്ഞതിന് ശേഷം നീക്കുന്നത്. നമ്മൾ ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് വന്നപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് വേഗം പോയി ഫുഡ് കഴിച്ച്. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ലേറ്റായി പോയില്ല, ഉറങ്ങിപ്പോയോണ്ട്. ബാങ്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നീക്കുന്നത്. പിന്നെ നേരെ ചോറ് കഴിച്ച് ഫ്രൂട്ട്സ് പിന്നെ കട്ട് ചെയ്യാനൊന്നുമില്ല. പിന്നെ പൊരികടികൾ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറില്ല. എപ്പോഴെങ്കിലും കഴിക്കണം തോന്നുന്ന ദിവസം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. 2 പേരായാണ് വെറുതെ വേസ്റ്റായി പോകും. പിന്നെ ഞങ്ങൾ ചോറിനെ കഴിച്ചിട്ട്. അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് അതിന് മുകളിൽ ഒരു ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടാറ്റാ.